ത്രീ ഗോർജസ് ഡാം എന്ന ഭീമാകാരമായ നിർമ്മിതിയുടെ ചരിത്രം വളരെ നീണ്ടതും സങ്കീർണവുമാണ്. ഒരു ഡാം നിർമ്മിക്കാനുള്ള ആശയം ഒരു നൂറ്റാണ്ടിലേറെയായി ചൈനയുടെ മനസ്സിലുണ്ടായിരുന്നു. 1919 ചൈനീസ് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനായ സൺ യാത് സെൻ യാങ്സി നദിയിൽ ഒരു വലിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചു. യാങ്സി നദിയിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുക, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക, നദീഗതാഗതം മെച്ചപ്പെടുത്തുക എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. 1932 ദേശീയവാദ സർക്കാരിന്റെ നേതാവായിരുന്ന ചിയാങ് കൈഷേക്ക് ഈ ആശയത്തെ പിന്തുണയ്ക്കുകയും അണക്കെട്ടിന്റെ പ്രാഥമിക പഠനങ്ങൾക്കായി ചില ജോലികൾ ആരംഭിക്കുകയും ചെയ്തു. 1954 യാങ്സി നദിയിലുണ്ടായ വലിയ വെള്ളപ്പൊക്കം ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനെടുത്തപ്പോൾ അണക്കെട്ടിന്റെ ആവശ്യം വീണ്ടും ശക്തമായി. അക്കാലത്ത് ചൈനയുടെ ഭരണാധികാരിയായിരുന്ന മാവോ സെഡോങ് ഈ പദ്ധതിക്ക് വലിയ പിന്തുണ നൽകി. യാങ്സി നദിയിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നത് ചൈനയുടെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. 1994 നിർമ്മാണം ആരംഭിക്കുന്നു. ദീർഘകാല ചർച്ചകൾക്കും പഠനങ്ങൾക്കും ശേഷം 1994 ത്രീ ഗോർജസ് ഡാമിന്റെ നിർമ്മാണം ഔദ്യോഗികമായി ആരംഭിച്ചു. ഈ പദ്ധതിയുടെ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നിരവധി വിമർശനങ്ങളും വിവാദങ്ങളും നിലനിന്നിരുന്നു. ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കൽ. അണക്കെട്ട് നിർമ്മാണത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് ജലാശയം രൂപീകരിക്കുന്നതിനായി 1.4 ദശലക്ഷത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു എന്നതാണ്. ഇത് വലിയ സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾക്ക് കാരണമായി. പാരിസ്ഥിതിക ആഘാതം. ഈ ഡാം യാങ്സി നദിയുടെ സ്വാഭാവിക ഒഴുക്കിനെ സാരമായി ബാധിച്ചു. ഇത് നദിയിലെ ജൈവ വൈവിധ്യത്തെ, പ്രത്യേകിച്ച് ചൈനീസ് ഡോൾഫിനുകൾ പോലുള്ള വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ പ്രതികൂലമായി ബാധിച്ചു. കൂടാതെ അണക്കെട്ടിൽ സംഭരിച്ച വെള്ളത്തിന്റെ ഭാരം കാരണം ഭൂകമ്പ സാധ്യത വർദ്ധിച്ചേക്കാമെന്ന ആശങ്കകളും ഉയർന്നിരുന്നു. സാംസ്കാരിക നഷ്ടം. ഡാമിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് ചരിത്രപ്രധാനമായ സ്ഥലങ്ങളും സാംസ്കാരിക അവശിഷ്ടങ്ങളും വെള്ളത്തിനടിയിലായി. ചൈനയുടെ സാമ്പത്തിക വികസനത്തിലും ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലും ഈ അണക്കെട്ട് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ചരിത്രം വലിയ വിവാദങ്ങളും പാരിസ്ഥിതിക സാമൂഹിക ആഘാതങ്ങളും നിറഞ്ഞതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതികളിലൊന്നായി ഇത് ഇന്നും നിലകൊള്ളുന്നു.